Good morning, all. Good morning, teacher. Good morning, ma'am. Okay, 1 minute. Sound കുറവാണ്. Minute. Good morning. Good morning, teacher. Good morning, ma'am. ഒന്നുകൂടി പറയുമോ ആരെങ്കിലും ഒന്ന് സംസാരിക്കൂ കാരണം ഈ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ ടീച്ചർ? ഓക്കെ. ഗുഡ് മോർണിംഗ്. Good morning. Good morning, ma'am. 1 minute. ഞാൻ ടെക്നിക്കൽ ടീമിനോടൊന്ന് ഇൻഫോം ചെയ്യാം. Good morning. ആരെങ്കിലും ഒരാളൊന്ന് സംസാരിക്കോ? കേൾക്കാമോ ടീച്ചർ? ഓക്കെ. ഹലോ, കേൾക്കാമോ? Good morning. Good morning, teacher. Okay. സോറി ഓൾ, ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഓക്കെ, പ്രേയർ പറഞ്ഞു. Good morning, ma'am. Good morning. Ma'am, prayer. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ, കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമേകും നിറകതിർത്തൂകാൻ, വിജ്ഞാനമേകും നിറകതിർത്തൂകാൻ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം, ഞങ്ങൾ തൻ കരളിൻ്റെ കൈക്കൊമ്പിൽ നീട്ടി
ചൊരിയൂകനാഥ നിൻ സ്നേഹധാര, ചൊരിയൂകനാഥ നിൻ സ്നേഹധാര. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു മാം. നേരത്തോട്ടേടാ വിദ്യ. താങ്ക് യു മാം. Ma'am, thought of the day. All birds find shelter during rain, but the eagle avoid rain by flying above the clouds. Problems are common, but attitude makes the difference. APJ Abdul Kalam. Thank you. Sign-in ഉണ്ടോ? Ma'am, sign in. My name is Vidya. Today news. Government withdraws order to install Sanjay Sandhi app. Further hearing on MLA's bail plea today. Airports see choice as Indigo cancel at least 200 flights. Voluntary Waste Unit NGT orders probe. Thank you, ma'am. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സില് നമ്മൾ ലൈഫാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. യെസ് മാം. ഓക്കെ, അശ്വതി മിസ്സിന് ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 1 വീക്ക് ആയിട്ട് മാം വന്നിട്ടില്ല, തോട്ട് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് എടുക്കുന്ന പോർഷൻ ലൈഫാണ്. ലൈഫിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ വീഡിയോസ് കണ്ടു. ലൈഫ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതില് സിംഗിൾ സെല്ല് നമ്മൾ ഫസ്റ്റ് ഫോം ചെയ്യുന്ന സിംഗിൾ സെല്ലിനെ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? സൈഗോട്ട് എന്നാ പറയുന്നത് കേട്ടോ. ഇനി ഒരു ഹ്യൂമൻ, ഒരു സൈഗോട്ട് ഫെർട്ടിലൈസ്ഡ് സെല്ലില് എത്ര ക്രോമസോംസ് ഉണ്ട്? 46. അതിന് മദറിന്റെയും ഫാദറിന്റെയും എത്ര വീതമാണ്? ഫാദർ മദർ 23. ഇത് ഈച്ച് ആണ് കേട്ടോ. EACH എന്നാക്കാട്ട് എല്ലാവരും. ഓക്കെ, EACH. എന്റെ ഭംഗിയില്ല. ഓക്കെ, ദെൻ നമ്മള് ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമ്മൾ എന്തിൽ കാണുന്നുണ്ട്? ഈ ഒരു ഇൻവിസിബിൾ ആൻഡ് ത്രെഡ് ലൈക്ക് ബോഡീസ് നമ്മൾ കണ്ടിട്ടില്ലേ? ഈ എന്താ പറയാ, ഫോർമുലാസ് പോലെയൊക്കെ DNA കണ്ടിട്ടില്ലേ? അല്ലെ? ഈ ത്രെഡ് ലൈക്ക് ബോഡീസിലാണ് നമ്മളുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മൾ പറയില്ലേ, പാരന്റ്സിനെ പോലെയാണല്ലോ, പാരന്റ്സിന്റെ മൂക്കാണ്, പാരന്റ്സിനെ പോലെയാണല്ലോ കാണാനായിട്ട്, പാരന്റ്സിന്റെ ക്വാളിറ്റീസും കാര്യങ്ങളും ഈ ത്രെഡ് ലൈക്ക് ബോഡിയിലൂടെയാണ് നമുക്ക് കൈമാറി കിട്ടുന്നത്. നമ്മളുടെ പാരന്റ്സിന്, നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സിന് കിട്ടുന്ന എന്താ പറയാ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് നമ്മളിലേക്ക് എത്തുന്നത് ഈ ജീനിലൂടെയാണ്. അപ്പൊ എന്താണ് ജീൻ? ജീനാണ് കൺട്രോൾ ഹെറിഡിറ്ററി ത്രെഡ്സ്, ഡാഷ് കൺട്രോൾ ഹെറിഡിറ്ററി ത്രെഡ്സ് എന്നൊക്കെ ചോദിക്കാം. ഇനി അമ്മ എത്ര ക്രോമസോംസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? 23X. ഫാദറോ ഐതറാണ് ഒന്നില്ലെങ്കിൽ 23X അല്ലെങ്കിൽ 22X and 1Y. X and Y ക്രോമസോംസ് ആണ് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെ? ഇനി കുട്ടി XX ക്രോമസോം ആണ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക സൈഗോട്ടിലെങ്കിൽ അത് XX ആണെങ്കിൽ പെൺകുട്ടി, XY ആണെങ്കിൽ ആൺകുട്ടിയാണ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ഒറ്റ പാരഗ്രാഫാണ്, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് പഠിക്കാം കേട്ടാ.
ഇത് നന്നായിട്ട് നോക്കുക. കാരണം ഒറ്റ ലൈഫല്ലേ, ഒറ്റ പാരഗ്രാഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് പീരീഡ് ഓഫ് ഓവത്തെ കുറിച്ചാണ്. കൺസെപ്ഷൻ ടു എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് ആണ് നമ്മൾ സാധാരണയായിട്ട് പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ എഗ് ഈസ് ലിബറേറ്റഡ് ഫ്രം ഓവറി. നമ്മൾ ആ ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ആ ഒരു അനിമേഷൻ വീഡിയോയിൽ കണ്ടില്ലേ, ഓവറിൽ നിന്നാണ് എഗ് എന്ത് ചെയ്യുന്നത്, ലിബറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ വീഡിയോയിൽ അങ്ങനെ ലിബറേറ്റ് ചെയ്യുന്നത് കണ്ടു. ഇറ്റ് മൂവ്സ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യാണ്. അവിടെ 24 മണിക്കൂർ എന്ത് ചെയ്യും, എഗ് വെയിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സിംഗിൾ സ്പെർം ആയിട്ട് ഫെർട്ടിലൈസ് ആവാൻ വേണ്ടിയിട്ട് ആ എഗ് അവിടെ വെയിറ്റ് ചെയ്യും. ഒരു 24 മണിക്കൂർ വിത്തിൻ 24 hours ഓഫ് ബീങ് ഫെർട്ടിലൈസ്ഡ്. 24 മണിക്കൂറിന് ശേഷം അത് എന്ത് ചെയ്യാൻ തുടങ്ങും, വെരി ഫാസ്റ്റ്ലി ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടോ? പെട്ടെന്ന് പെട്ടെന്ന് സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടില്ലേ വീഡിയോയില്? അങ്ങനെ സെൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, മൂവ് സ്ലോലി ത്രൂ ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബ് വഴി മൂവ് ചെയ്ത് യൂട്രസിലേക്ക് പോകും. യൂട്രസിൽ ചെല്ലുമ്പോൾ യൂട്രസിന്റെ ലൈനിങ്ങിൽ പോയിട്ട് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. യൂട്രസിന്റെ ആ ലൈനിങ്ങിലാണ് പോയി അറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. അതിൽ എലിമിനേഷനിൽ അത്രയും കാര്യങ്ങൾ പതുക്കെ കാണിച്ചിട്ട് ഗ്രോ ചെയ്യുന്ന ഭയങ്കര സ്പീഡായിട്ടാണ് കാണിച്ചത്. എല്ലാരും കണ്ടല്ലേ? ഓക്കെ. അപ്പോ ഈ ഇംപ്ലാന്റ് ആവുന്ന സമയത്ത് തന്നെ, ഈ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ എന്താ പറയാ, ആ ഒരു ഇംപ്ലാന്റേഷന്റെ ടൈമിൽ തന്നെ പ്ലാസെന്റ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? പ്ലാസെന്റ നമ്മൾ മലയാളത്തിൽ പറയൂല്ലേ, മറുപിള്ള എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ? ഓക്കെ. ആ പ്ലാസെന്റയിലൂടെയാണ് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവത്തിന് വേണ്ട എന്താണ്, ന്യൂട്രീഷനും എല്ലാ കാര്യങ്ങളും അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് കുട്ടിക്ക് ഫെർട്ടിലൈസ്ഡ് ഓവം അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലാസെന്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടീനെ പോലെ കുട്ടി ഫോം ചെയ്യുന്നതിന് മുമ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പാർട്ട് തന്നെയാണ് എന്ത്, പ്ലാസെന്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓവറിൽ നിന്ന് എഗ് ലിബറേറ്റ് ചെയ്യുന്നു, അത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് മൂവ് ആകുന്നു. ദെൻ 24 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ സ്പെം, ഒറ്റ സ്പെം മാത്രമേ ഫെർട്ടിലൈസ്ഡ് ആവുള്ളൂ. ആ ഒരു എഗ് ആയാലും ഒറ്റ സ്പെമേ ഫെർട്ടിലൈസ് ആവുള്ളൂ. അപ്പൊ ആ സ്പേം എഗ്ഗിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നു. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സെൽസ് ഡിവൈഡ് ചെയ്തുകൊണ്ട് അത് ഫെലോപ്പിയൻ ട്യൂബ് വഴി മൂവ് ചെയ്യാണ് യൂട്രസിലേക്ക്. എന്നിട്ട് യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആവുന്നു. ആ ഒരു പ്രോസസ്സിൽ നമ്മൾ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷന്റെ ടൈമിലും അത് എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇംപ്ലാന്റേഷന്റെ ടൈമിൽ തന്നെ പ്ലാസെന്റ ഫോം ചെയ്യുന്നുണ്ട്. പ്ലാസെന്റയിലൂടെയാണ് സൈഗോട്ടിന് വേണ്ട ന്യൂട്രീഷൻസും കാര്യങ്ങളും അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഫെർട്ടിലൈസ്ഡ് ഓവം അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നലെ കാണിച്ച അതേ വീഡിയോ ആണ്. ഞാൻ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇന്ന് എനിക്ക് തോന്നുന്നു വേറെ ഇന്നലെ ഇല്ലാത്ത കുട്ടികളുണ്ടെന്ന് തോന്നുന്നുണ്ട്. സെൽസ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ്. ട്ടാ നോക്കാം, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യുന്നു.
അതില് നമ്മള് അംബ്ലിക്കൽ കോഡായിട്ടൊരു കാര്യം കണക്ട് ചെയ്ത് കാണുന്നുണ്ടോ? കുട്ടിയുടെ ബോഡിയിലേക്ക് അംബ്ലിക്കൽ കോഡായിട്ടൊരു സംഭവം, അതാണ് പ്ലാസെന്റ. എനിക്ക് ഇമേജ് ഞാൻ മൗസ് പോയിന്റ് ചെയ്തിരിക്കുന്ന പ്ലേസ് കാണാൻ പറ്റുന്നില്ലേ? അതാണ് പ്ലാസെന്റ എന്ന് പറയുന്നത് കേട്ടാ. ഇനി നമ്മൾ നോക്കുന്നത് പീരീഡ് ഓഫ് എംബ്രിയോ ആണ്. പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് ദ പീരീഡ് ഫ്രം 2nd to 8th week ആഫ്റ്റർ കൺസെപ്ഷൻ. അപ്പോ 2nd week മുതൽ 8th week വരെ കൺസെപ്ഷന് ശേഷം 2nd to 8th weekനെയാണ് നമ്മൾ പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരീഡ് ആണ് ഈ 2 months എന്ന് പറയുന്നത്. നമ്മൾ ഈ പീരീഡിനെയാണ് നമ്മുടെ കുട്ടിയുടെ ഒരു ലൈഫിൽ നമ്മൾ പറയുന്ന പേരാണ് എംബ്രിയോ എന്ന് പറയുന്നത്. ഈ ടൈമിലാണ് കുട്ടിയുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് സെൽസ് മെയ്ഡ് ചെയ്യുന്നത് ബ്ലഡ് സെൽസ് ആണ്. പിന്നെ ബോൺസ്, പിന്നെ മസിൽ സെൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ആദ്യം ഫോം ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ ഏതാണെന്ന് അറിയാമോ? ഒരു എന്താ പറയാ, ഒരു ഫീറ്റസില് ഫസ്റ്റ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എംബ്രിയോനെ സംബന്ധിച്ച് ഫസ്റ്റ് ഫോം ചെയ്യുന്ന ഓർഗൻ, ഇന്റേണൽ ഓർഗൻ ഏതാണ് കുട്ടികളിൽ ആദ്യം ഫോം? ഹാർട്ടാണ്. നമ്മള് ഹാർട്ട് ബീറ്റ് ഉണ്ടോ? നമ്മൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ നമ്മള് സ്കാനൊക്കെ ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നല്ലേ ചെക്ക് ചെയ്യാറ്. അപ്പൊ ഹാർട്ട് ബീറ്റ് ആണ് നമ്മള്, അല്ല ഹാർട്ടാണ് ഫസ്റ്റ് എന്താണ് ഫേറ്റൽ ഓർഗൻ ടു ഡെവലപ്പ്. ഹാർട്ടാണ്. ഹാർട്ടിന് ശേഷമാണ് മറ്റുള്ള ഇന്റേണൽ ഓർഗൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. 8th വീക്കിനുള്ളിൽ ഹാർട്ട് ബീറ്റ്, പൾസ് ഉണ്ടോന്ന് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടോന്ന് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കൺഫേം ചെയ്യും. ഓക്കെ. പിന്നീട് ലങ്സ്, ലിവർ, സ്റ്റൊമക്ക്, ബ്രെയിൻ പോലുള്ള മറ്റ് ഇന്റേണൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. പിന്നെയാണ് എക്സ്റ്റേണൽ ഓർഗൻസ്. ആദ്യം നമുക്ക് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഏകദേശം ഡെവലപ്പ് ആയതിനു ശേഷമാണ് നമുക്ക് കൈ, അതേപോലെ ബ്രെയിനിന്റെ ആ ഒരു പോർഷൻസും അല്ലെങ്കിൽ കാലേറ്റവും അവസാനമാണ് കുട്ടികളിൽ വരുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാല് കാലേറ്റവും അവസാനമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ നടന്നു തുടങ്ങാനും ലേറ്റ് ആകുന്നത്. കാരണം ഏറ്റവും അവസാനം ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗനാണ് ഇത്, അവരുടെ ലെഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പതുക്കെ അവർക്ക് നടന്നു തുടങ്ങുള്ളൂ. കാരണം 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോഴല്ലേ നടന്നു തുടങ്ങും. കാരണം അപ്പോഴത്തേക്കും അവരുടെ പൂർണ്ണ വളർച്ച എത്തുന്നുള്ളൂ. അപ്പോ ഫസ്റ്റ് ഓർഗൻ എപ്പോഴും ചോദിക്കും, ഫസ്റ്റ് അങ്ങനെ ചോദിക്കാറ്, ഫസ്റ്റ് ഫീറ്റൽ ഓർഗൻ ടു ഡെവലപ്പ്. എംബ്രിയോയില് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഗൻ കുട്ടികളില് ഡെവലപ്പ് ചെയ്യുന്ന ഫസ്റ്റ് ഓർഗൻ ഏതാണ്? അപ്പൊ ഹാർട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഫോർ ദ ഫസ്റ്റ് 2 months the new life is called embryo. ഫസ്റ്റ് 2 months നമ്മൾ പറയുന്ന പേരാണ് embryo. During this period all important external and internal resource started to develop. അപ്പൊ നമ്മൾ ഈ ഒരു ടൈമിലാണ് നമ്മുടെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ റിസോഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ആൻഡ് ഫങ്ഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഫറെന്റ് സെൽസ് ആർ മെയ്ഡ് സച്ച് ആസ് ബ്ലഡ് സെൽസ് മെയ്ഡ് ചെയ്യുന്നത് ഈ ടൈമിലാണ്. ബോൺസ് ആൻഡ് മസിൽസ് ഒക്കെ ഈ ഒരു ടൈം പീരീഡിലാണ് ഡെവലപ്പ് ആകുന്നത്. ബൈ 8th week the tiny heart had been beating for almost a month. ഹാർട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ബീറ്റ് ചെയ്യാൻ തുടങ്ങും. ഫസ്റ്റ് സ്കാൻ ചെയ്ത സമയത്ത്, നിങ്ങൾക്ക് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹാർട്ട് ബീറ്റ് കേട്ടോ എന്ന് നമ്മൾ ചോദിക്കുക അല്ലെ. എന്റെ കാര്യത്തിൽ ഞാൻ അങ്ങോട്ടാ ചോദിച്ചത്. കാരണം ഫസ്റ്റ് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 2.5 months 3 monthsോളം വെയിറ്റ് ചെയ്തു. 2.5 monthsോളം വെയിറ്റ് ചെയ്തു. അപ്പോഴും ഡോക്ടർ ഞങ്ങൾക്ക് പ്രതീക്ഷ തന്നിരുന്നു, ഞാൻ കുഴപ്പമില്ല നമുക്ക് നോക്കാം, ടൈം ഉണ്ട് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ ഹാർട്ട് ബീറ്റ് വരാത്തതുകൊണ്ട് വളർച്ച ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അബോർഷനായി പോവുകയാണ് ചെയ്തത്. രണ്ടാമത്തെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എനിക്ക് അത്യാവശ്യം ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ പ്രഗ്നൻസിയുടെ ടൈമിൽ ഫസ്റ്റ് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അങ്ങോട്ട് ചോദിച്ചു ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഡോക്ടർ ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഹാർട്ട് ബീറ്റ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കൺഫേം ചെയ്യില്ല, കാരണം ഇപ്പൊ 1.5 months ആയിട്ടുള്ളൂ, നെക്സ്റ്റ് ചെക്കപ്പിൽ ഞാൻ കൺഫേം ചെയ്യാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത
അടുത്ത 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയി ചെക്കപ്പ് സ്കാൻ ചെയ്ത് ഞാൻ വീണ്ടും ചോദിച്ചു ഹാർട്ട് ബീറ്റ് ഉണ്ടോന്ന്. അപ്പൊ ഹാർട്ട് ബീറ്റ് എനിക്ക് കേൾപ്പിച്ചു തന്നു, ആ സൗണ്ട് കേൾപ്പിച്ചു. കാരണം ഞാൻ അത്രയും ടെൻസ്ഡ് ആയിരുന്നു. കാരണം ആദ്യത്തെ പ്രഗ്നൻസി അങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ. രണ്ടാമത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ എക്സൈറ്റഡ് അല്ല, പേടിയാണ് ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഞാൻ കേട്ടു. അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ആ ഒരു തിങ്ങി ഹാർട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ബീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നീടാണ് ലങ്സ്, ലിവർ, സ്റ്റൊമക്, ബ്രെയിൻ, അതേപോലെ തന്നെ സെക്സ് ഓർഗൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ സെക്സ് ഓർഗനും കൂടി ഡെവലപ്പ് ചെയ്താലാണ് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഡോക്ടർമാർക്ക് അറിയാൻ പറ്റും, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല എന്ന്. ഇനി പീരീഡ് ഓഫ് ഫീറ്റസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. 8th വീക്ക് കഴിഞ്ഞു അൺടിൽ ബർത്ത് വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറയുന്നത്. ഓൾ ദ ഓർഗൻസ് ബിഗർ ആൻഡ് സ്ട്രോങ്ങർ. നമ്മളുടെ എല്ലാ ഓർഗൻസും, ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസ് കുറച്ചുകൂടി ബിഗർ ആവാൻ തുടങ്ങും, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവാൻ തുടങ്ങും. ഫ്രം 5th month ഓൺവേർഡ്സ് വൺ ക്യാൻ ഹിയർ ടു സ്റ്റെതസ്കോപ്പ്. എന്ന് വെച്ചാൽ നമുക്ക് അനക്കം അറിയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ 5 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അനക്കം അറിയാൻ പറ്റില്ലേ, ബേബി മൂവ് ചെയ്യുന്നതും നമ്മള് അനക്കം അറിയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പൊ അനക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ബേബിക്ക് ഫ്രീ മൂവ് ചെയ്യാനായിട്ട് പറ്റും. വൺ ക്യാൻ ഫീൽ ദ മദർ സ്കിൻ ബൾഗിങ് where the arms or legs is kicking out. നമ്മൾ ചവിട്ടുന്നതും അതേപോലെ കാലൊക്കെ വന്നിങ്ങനെ എന്താ പറയാ അമ്മയുടെ വയറ്റിലിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. Some babies suck their thumb. ചില കുട്ടികള് സക്ക് ചെയ്തോണ്ടിരിക്കും, കൈ വായലിങ്ങനെ വെച്ചോണ്ടേയിരിക്കും. സം യോക്ക് ആൻഡ് സ്ട്രെച്ച് ഔട്ട്. ചിലവര് സ്ട്രെച്ച് ഔട്ട് ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് അത് കുറച്ച് ബിഗർ സ്ട്രോങ്ങർ ഒക്കെ ആയിട്ട് വളരുന്നത്. ഏറ്റവും അവസാനമായിട്ടാണ് നമ്മുടെ ലെഗുകൾ, കാല് ഫോം ചെയ്യുന്നത്. ഇനി ബേബി അറ്റ് ബർത്തില് നോർമൽ വെയിറ്റ് എത്ര വേണം? ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നോർമൽ വെയിറ്റ് എത്ര വേണം? 2500. ഓക്കെ, നോർമൽ വെയിറ്റ് 3 kg വേണം. കുറഞ്ഞാലിപ്പോ ഒരു 2800 ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ കുട്ടികൾ ജനിച്ച ഉടനെ നമ്മൾ ചോദിക്കുന്നത് കരഞ്ഞോ എന്നല്ലേ ചോദിക്കാം. കുട്ടി കരഞ്ഞോ എന്ന് ചോദിക്കും ഇല്ലേ? അതെന്തുകൊണ്ട് അങ്ങനെ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലൂടെയാണ് അവർ ആദ്യമായിട്ട് നമ്മുടെ ഈ എയർ എന്ത് ചെയ്യുന്നത്, അവരുടെ ലങ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് ഇൻടേക്ക് ചെയ്യുന്ന ആ കരച്ചിലൂടെ അവർ ആ എയർ എന്ത് ചെയ്യാണ് അവരുടെ ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യണം. ലങ്സ് ഫങ്ഷൻ ചെയ്ത് തുടങ്ങാനായിട്ട് ഫസ്റ്റ് ക്രൈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടിനെ സംബന്ധിച്ച് ആ ഫസ്റ്റ് ക്രൈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആ ഒരു ലങ്സ് നമ്മളിപ്പോ കരഞ്ഞു ചോദിക്കുമ്പോ അവർ കരയുമ്പോ എന്താണ് കൂടുതൽ ഓക്സിജൻ അവരുടെ ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യുന്നു. ഇത്രയും നാള് എല്ലാരും എന്നുവെച്ചാല് ഓക്സിജൻ ആവട്ടെ, ന്യൂട്രീഷൻ ആവട്ടെ, എല്ലാ കാര്യവും അമ്മയുടെ ബ്ലഡ് സ്ട്രീം വഴിയാണ് അവർക്ക് കിട്ടിയിരുന്നത്. പിന്നീട് അവർ സ്വയമേ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ഫസ്റ്റ് ക്രൈ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മള്. ഇനി ന്യൂബോൺ ബേബീസ്, ന്യൂബോൺ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടും പരിചയമില്ലാത്തതല്ലേ. അവർ ഇത്രയും നാള് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരുന്നു അമ്മയുടെ യൂട്രസിനകത്ത്. അത്രയും സേഫ് ആണ്. കാരണം അത്രയും എന്താ പറയാ ഒരു പ്രശ്നമില്ല. അവന് ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലായിരുന്നു. അത് കഴിഞ്ഞ് ആ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അവന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിംറ്റംസ് കാണും. ഈ വോക്കിംഗ്, ചോക്കിംഗ്, ഇറഗുലർ റെസ്പിറേഷൻ, അതേപോലെ സീസിങ്. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നത്? കുട്ടികൾ തുമ്മുന്നത്, ശ്വാസം കൂടുതലായിട്ട് എടുക്കുന്നത്. എന്റെ ഇളയാള് ഇതേപോലെ ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ഇറഗുലർ റെസ്പിറേഷൻ ആയിരുന്നു, കൂടുതലായിട്ട് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുമായിരുന്നു. അത് ആ സമയത്ത് കുറച്ചു നേരം ഒബ്സർവേഷൻ കഴിഞ്ഞിട്ടാണ് കുട്ടികളെ ഞങ്ങൾക്ക് തന്നത്. കാരണം അത് നോർമലാണ്, എന്നാലും ഇറഗുലർ ആയിരുന്നു. നോർമൽ ആയിട്ടുള്ള റെസ്പിറേഷൻ അല്ല, അതിൽ കൂടുതൽ അവർ എന്ത് ചെയ്യുന്നതായിരുന്നു, എയർ ഇൻടേക്ക് ചെയ്യുന്നതായിരുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കുട്ടി അറിയാവോ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്? കുട്ടി ന്യൂ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ സിംറ്റംസ് ആണ് ഈ പറഞ്ഞതെല്ലാം. അപ്പൊ നമ്മൾ ന്യൂബോൺ ബേബികൾ ചുമയ്ക്കുന്നു, ന്യൂബോൺ ബേബികൾ തുമ്മുന്നു എന്നൊക്കെ പറയുന്നത് എന്താ കാര്യം? അവൻ വന്നിരിക്കുന്ന എൻവയോൺമെന്റ് ആണ്, അവൻ
ഒട്ടും പരിചയമില്ലാത്ത ഒരു എൻവയോൺമെന്റാ. ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അവൻ അഡ്ജസ്റ്റ് ആവുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, ഒന്ന് വായിച്ച് അതിലൊരാളൊന്ന് വായിച്ച് ബേബി അറ്റ് ബർത്ത്. മാം വായിക്കട്ടെ. വായിച്ചു. The normal weight of the child is about 7 pounds or 3 kg. The first cry after birth helps the lungs of the child to begin functioning. The newborn child tries to adjust with the new environment. The child's sudden walking, choking, irregular respiration, sneezing, and similar symptoms of instability in the initial period after birth shows its reaction while it attempts to adjust to the new environment. ക്ലിയർ ആയോ ആ ഒരു പോർഷൻ ബേബി അറ്റ് ബർത്ത്? എല്ലാവരും ഇന്നെടുത്തതെന്നല്ല ലൈഫ് മുതൽ ഒന്ന് റീഡ് ചെയ്യോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടാ. ലൈഫ് മുതൽ ഇന്നെടുത്ത് നിർത്തിയത് വരെ ഒന്ന് റീഡ് ചെയ്യും.
ഓക്കെ കേട്ടാ, എല്ലാവരും റീഡ് ചെയ്യണ്ടല്ലോ. ക്ലിയർ ആണോ ടോപ്പിക്? മനസ്സിലായോ എല്ലാവർക്കും? പീരീഡുകളും ലൈഫും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? സ്പീഡൊന്നും ഇല്ലല്ലോ? ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് എംബ്രിയോ ആണ്. നമുക്ക് ടെസ്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പഠിക്കാനായിട്ട്, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കുന്നത് കേട്ടോ. നോക്കി, ആദ്യത്തെ 3 months നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇമേജ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ആദ്യത്തെ 1 month നോക്കി നിങ്ങൾ ഇതേപോലെ ഒരു ഫോം ആയിരിക്കും ആർക്ക്, നമ്മളുടെ എംബ്രിയോന്. 2 months ആകുമ്പോൾ കുറച്ചും കൂടി ഗ്രോ ചെയ്യുന്നുണ്ട്. 2 months ആകുമ്പോൾ ഹാർട്ട് ഇന്റേണൽ ഓർഗൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ നോക്കി അവിടെ ഒരു വാല് പോലൊരു ഒരു ചെറിയൊരു പോർഷൻ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു ഏരിയ, അത് പിന്നീട് ഇല്ലാതെ ആകുന്നു. പിന്നെ അത് കാലായിട്ട് നമ്മുടെ ലെഗ് ആയിട്ട് ഫോം ചെയ്യാണ് 3 months ഒരു ഫോമിലേക്ക് വരുന്നു. പിന്നെ 4 months, 5 months, 6, 7 months ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഒരു ബേബിയുടെ രൂപത്തിലേക്ക് വന്നു. 8 months, 9 monthsലാണ് നമുക്ക് എല്ലാവർക്കും അറിയാലേ പ്രഗ്നൻസി പീരീഡ് എങ്ങനെയാണ്, പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ അറിയോ? അത് എത്ര മാസമാണ് പ്രഗ്നൻസി? 9 months. 9 months. 45 weeks. 280 days. ഓക്കെ, ഡേറ്റ്സ് പറഞ്ഞു, വന്നത് പറഞ്ഞു. 9 months, 9 days, 9 hours. 9 മാസം 9 ദിവസം 9 മണിക്കൂർ 9 വിനാഴിക, അങ്ങനെ പറയില്ലേ? കേട്ടിട്ടുള്ളത്? ഓക്കെ, അങ്ങനെ പറയും അല്ലെ. 9 months ആണ് പ്രഗ്നൻസിയുടെ ആ ഒരു ഡ്യൂറേഷൻ പറയുന്നത്. പക്ഷെ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ 10 മാസം എന്താണ് വയറ്റില് ക്യാരി ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അവരൊക്കെ റൗണ്ട് ചെയ്ത് പറയുന്നുണ്ട്. 10 months അല്ല, 9 months 9 days ആണ് ആ ഡ്യൂറേഷൻ ഉള്ളത്. ഓക്കെ. ഇനി നമ്മള് കുട്ടി ഡെലിവറിയുടെ സമയത്തോട് അടുക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്ത് ഹെഡ് പോർഷൻ താഴെ വരുന്ന രീതിയിൽ വെർജീനയുടെ ആ ഒരു ഭാഗത്തായിട്ട് തിരിഞ്ഞ് ഹെഡ് പൊസിഷൻ ഇങ്ങനെ വരും. അത് കുറച്ചും കൂടി ഇറങ്ങി കഴിയുമ്പോഴാണ് നോർമൽ ഡെലിവറി പോസിബിൾ ആവുന്നത്. അല്ലാത്ത കേസുകളിലാണ് നമ്മൾ ഏത് ഡെലിവറി, സിസേറിയൻ പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇതില് നിങ്ങൾ യൂട്രസ് കാണുന്നുണ്ട്, ഫീറ്റസിനെ കാണാൻ പറ്റുന്നുണ്ട്, വെജീന കാണാൻ പറ്റുന്നുണ്ട്, പ്ലാസന്റ ആ ഒരു അംബ്ലിക്കൽ കോഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോർഷനെയാണ് പ്ലാസന്റ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിങ്ക് പോലുള്ള കളർ. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ നമ്മുടെ കംപ്ലീറ്റ് ആവാണ്. ഈ ഒരു ചാപ്റ്റർ, നമ്മുടെ ചാപ്റ്റർ പേരായിരുന്നു എന്താ? ഗ്രോത്ത്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്നായിരുന്നു ചാപ്റ്ററിന്റെ പേര്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. ചൈൽഡ് ഡെവലപ്മെന്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇത്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുള്ള ആക്ടിവിറ്റി ഏതായിരുന്നു? ഫ്രെയിം അല്ലായിരുന്നു? ഫ്രെയിം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതിൽ ഏതൊക്കെ ചെയ്തു എന്ന് പറയൂ. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ചെയ്തു, സാൻഡ് പേപ്പർ നമ്പേഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഫ്രെയിം പറഞ്ഞത്? അതെ, ഫ്രെയിം പറഞ്ഞു. ഓക്കെ, ഇനി നമ്മള് ആൽഫബറ്റ് ചാർട്ട് ഉണ്ടല്ലോ, ABCD ആൽഫബറ്റ് ചാർട്ട് ഇൻക്ലൂഡിങ് പിക്ചറിന്റെ നെയിം, ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റ്, സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ് നമ്മൾ ചാർട്ടിൽ വരയ്ക്കണം, ചാർട്ടിൽ ചെയ്യണം. മനസ്സിലായോ ആൽഫബറ്റ് ചാർട്ട് എന്താന്ന്? മാം ഒരു എക്സാമ്പിൾ കാണിക്കാവോ? കാണിക്കാൻ പോവാടാ. ചാർട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇമേജ് നിങ്ങൾ പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം വരയ്ക്കാം, അല്ലാത്തൊരു ഇമേജ് പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ എയും സ്മോൾ ലെറ്റർ എയും
ആ ഒരു മെറ്റീരിയലിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു ആപ്പിളിന്റെ പേരാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഓക്കെ. ചില ആൾക്കാര് ഇത് വാങ്ങിച്ചിട്ട് ഫുള്ളായിട്ട് ചാർട്ടിലേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇമേജ് പേസ്റ്റ് ചെയ്തോ കുഴപ്പമില്ല, വരയ്ക്കാൻ പറ്റും. പിക്ചർ ഡ്രോ ചെയ്യാവോ? ഡ്രോ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ഡ്രോ ചെയ്യണം. ഞാൻ നിർബന്ധം പറയാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ വരയ്ക്കുന്ന ഒരാളല്ല. ഞാനാണെങ്കിൽ നൈസായിട്ട് എന്ത് ചെയ്യുള്ളൂ, കളക്ട് ചെയ്തിട്ട് ആ ഇമേജസ് പേസ്റ്റ് ചെയ്യുള്ളൂ. സോ ആൽഫബറ്റ് ചാർട്ട് തയ്യാറാക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിന്റെ ഒപ്പം തന്നെ മറ്റൊരു ആക്ടിവിറ്റി ഉണ്ട്. ഇതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ആ ഒരു നമ്മൾ പറയുന്ന ആ ഒരു ഇമേജും പ്ലസ് അതിന്റെ സ്പെല്ലിംഗ് കൂടിയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയലിന്റെ ആപ്പിൾ, അതേ എ സ്മോൾ ലെറ്റർ എ, ആപ്പിളിന്റെ ഇമേജ് APPLE ആപ്പിൾ. ഓക്കെ, അങ്ങനെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ആൽഫബറ്റ് ചാർട്ട് ക്ലിയർ അല്ലേ? ടീച്ചർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വേറെ ചെയ്യണം, സ്മോൾ ലെറ്റർ സെപ്പറേറ്റ് ആണ്, അതും ഇതേപോലെ ചെയ്താൽ മതി? ഇതേപോലെ ചെയ്താൽ മതി. അപ്പൊ രണ്ട് ചാർട്ടൊക്കെ ചെയ്യേണ്ടവരില്ലേ? സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും കൂടി ഒരുമിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതിന് വലിയ ചാർട്ട് എടുത്താലും കുഴപ്പമില്ല. ആൽഫബറ്റ്സ് ചെയ്യുമ്പോൾ വലിയ ചാർട്ട് എടുത്താലും കുഴപ്പമില്ല, കാരണം രണ്ടും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ചാർട്ട് നമ്പർ ചാർട്ടാണ്. അതിന് ചെറിയ ചാർട്ട് ആയാലും കുഴപ്പമില്ല, നമുക്ക് ചെറിയ ചാർട്ട് കിട്ടും കേട്ടോ. അതായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ വലിയ ചാർട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല നമ്പർ ചാർട്ടിന്റെ കേസിൽ, കാരണം നമുക്ക് 10 നമ്പേഴ്സ് വരെ ചെയ്യാനുള്ളൂ. ഓക്കെ, നമ്പർ ചാർട്ട് കാണിക്കാലോ? ഓക്കെ, ഇതാണ് നമ്പർ ചാർട്ട്. 1 എന്ന് എഴുതണം, ONE വേണം. ദെൻ ഒരു മെറ്റീരിയൽ 2 എന്ന് വരുമ്പോൾ TW2, 2 എണ്ണം 3 THRE. അങ്ങനെ നമ്പർ ചാർട്ടും വേണം. അപ്പൊ എന്താണ് ആൽഫബറ്റ് ചാർട്ട്, എന്താണ് നമ്പർ ചാർട്ട്? ക്ലിയർ ആയോ? അപ്പൊ അത് രണ്ട് ആക്ടിവിറ്റീസ് ആണ്. മാക്സിമം ചെയ്യാം. എന്നത്തേക്ക് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് വീക്ക് ഓക്കെ ആണോ? അല്ലെങ്കിൽ ടൈം വേണോ? ടൈം വേണം ടീച്ചർ, കാരണം ഫ്രെയിം വർക്ക് ഇപ്പോഴും ചെയ്യാത്ത കുട്ടികളുണ്ട്. ഫ്രെയിം ചാർട്ട് ഓക്കെ, ഡിസംബർ 15 ഡേറ്റ്. ഡിസംബർ 15 പ്രസന്റ് ചെയ്യണം. എന്നോട് പറയണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും പറയണം കേട്ടോ. റെക്കോർഡ് ക്ലാസ് കാണുന്നവരും എന്ത് ചെയ്യാം, ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ എന്താ പറയാ, ഇനി നമുക്കൊരു ഫെസ്റ്റിവൽ വരുന്നുണ്ടല്ലോ. ഏതാണിത്? ക്രിസ്മസ്. ഓക്കെ, ക്രിസ്മസിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും സെലിബ്രേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല മാം. ഇല്ലേ? നിങ്ങൾ ഏത് മാസത്തിലാണ് ജോയിൻ ചെയ്തത്? ഓഗസ്റ്റ് സെപ്റ്റംബർ ഓഗസ്റ്റ്. ഓക്കെ, അപ്പൊ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല? ഇല്ല മാം. ഇല്ല. അന്നാരായിരുന്നു ക്ലാസ്? ലീവ് September 8 ആണ് ക്ലാസ് സ്റ്റാർട്ട് ആയത്. എന്നാണ്? ഓണത്തിന് ശേഷം ഓക്കെ. അപ്പൊ ഓണത്തിന് ശേഷം ആയതുകൊണ്ടാണ് നിങ്ങൾ അറിയാൻ കേട്ടോ. ഞങ്ങള് ഓരോ ഫെസ്റ്റിവൽസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫെസ്റ്റിവൽസിന്റെ ഓരോ കുട്ടികളുടെയും നമ്മൾ ആ ഒരു ക്ലാസ്സിലെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടായിരിക്കും ആ ഫെസ്റ്റിവൽസും കാര്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റും, ഡാൻസ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് ഈ പ്രാവശ്യം ക്രിസ്മസ് സെലിബ്രേഷൻ വിചാരിച്ചിരിക്കുന്നത് 22nd ആണ്, മൺഡേ ആണ് കേട്ടോ. ഓക്കെ, 22 ആണ്. മിക്കവാറും എന്റെ ക്ലാസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 22 നിങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്യാം. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാൻ നേരത്തെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം ഫുൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഒരു കോർഡിനേറ്റർ ഒരാളെ സെലക്ട് ചെയ്യാം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്.
ഓരോരുത്തര് ഇന്ന പ്രോഗ്രാം ചെയ്യുന്നത് ഇന്ന ആളാണ്. അപ്പൊ കോർഡിനേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ ലീഡറിനെ സെലക്ട് ചെയ്യാം. അപ്പൊ ലീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാള്, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം, കോർഡിനേഷൻ ചെയ്തോളാം, അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഏറ്റെടുക്കുക. ബാക്കി എല്ലാ പ്രോഗ്രാംസ് ഓരോന്ന് ഷെഡ്യൂൾ ചെയ്യാം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കാണുന്നവരും മാക്സിമം 20 സെക്കൻഡ്സ് ഒന്ന് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാത്തത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ അപ്പോ അത്രയും ആണ്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ അപ്പൊ 15th ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും ചെയ്യണം കേട്ടോ, പ്രസന്റ് ചെയ്യാം. ഓക്കെ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന യൂണിറ്റ് ജസ്റ്റ് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണേ. നമ്മൾ ഇനി വരുന്ന യൂണിറ്റിന്റെ പേര് എന്താണ്? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. മോക്ക് ടെസ്റ്റ് വേറെ ഏതെങ്കിലും ചാപ്റ്ററിന് കിട്ടാത്തുണ്ടോ? എന്റെ ഇല്ല മാം, ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ തീർന്ന ലെസൺ, ബാക്കിയെല്ലാം വിട്ടു. കിട്ടിയിട്ടുണ്ട് അല്ലെ? ഞാൻ മോക്ക് ടെസ്റ്റിനെ കൂടെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഈ മോക്ക് ടെസ്റ്റിന് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും, അതാ. ഓക്കെ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. റിപ്പീറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങാനും എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്, ചിലപ്പോൾ ഓപ്ഷൻ മാറിക്കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാണ്, ആൻസർ കീ പറയുന്നത് കറക്റ്റ് വേറെ ഓപ്ഷൻ ആണ്, ഉറപ്പാണ്, അങ്ങനെ ഡൗട്ട് കാര്യങ്ങൾ വരാണെങ്കിൽ ആ മോക്ക് ടെസ്റ്റ് ഇട്ട ടീച്ചറിനോട് ചോദിക്കണം കേട്ടോ. ഓക്കെ കാരണം എന്താണെന്ന് അറിയാവോ, ഞങ്ങള് റിട്ടേൺ ആയിട്ടാണ് മോക്ക് ടെസ്റ്റ് എഴുതിയാണ് കൊടുക്കുന്നത്. അപ്പോ എൻട്രി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ ടിക്ക് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മാനുവലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ എൻട്രി ചെയ്യുമ്പോഴോ ചെറിയ മിസ്റ്റേക്ക് വരും. മാക്സിമം മിസ്റ്റേക്ക് കുറച്ചാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങളൊന്ന് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ആ മിസ് വരുമ്പോൾ ചോദിക്കാം. അതേപോലെ തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുഴപ്പമില്ല. എന്റെ ചില ചാപ്റ്റേഴ്സിൽ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതെങ്ങനെയാ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാല് ഞാൻ ആഡ് ഓൺ ചെയ്യും. ഇപ്പൊ ആദ്യമൊക്കെ ഞാൻ മോക്ക് ടെസ്റ്റ് കൊടുത്തിരുന്നപ്പോ 5 ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഓരോ പ്രാവശ്യം എക്സാം കഴിയുമ്പോഴും ആ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ അതേ തന്നെ ആ മോക്ക് ടെസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് എന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, അല്ലാതെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ പറയണം കേട്ടോ. ഇന്ന് ആരെങ്കിലും ഫ്രെയിം ചെയ്തിട്ടുണ്ടോ? ഇന്നലെ കാണിക്കാത്ത ആരെങ്കിലും? മിസ്സേ, ആ ഫ്രെയിം നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുമോ? എന്നിട്ട് ഫിറ്റ് ചെയ്യണതാണോ ഓരോന്നും? അതെങ്ങനെയാ ഫ്രെയിം കിട്ടുക? എവിടെ നിന്ന് കിട്ടുക? അത് വുഡൻ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഒരു ബോർഡ് പോലത്തെ മെറ്റീരിയൽ വേണം എന്നാണ് നമുക്ക് നിർബന്ധമുള്ളത്. അപ്പൊ നമുക്ക് എന്താ പറയാ ബോർഡർ അല്ലെങ്കിൽ ആ ഫ്രെയിം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നോക്കാൻ മതി. അപ്പൊ അവിടെ അടുത്ത് ഇങ്ങനെ നമുക്ക് ഫ്രെയിം ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സപ്പോസ് ഇല്ലെങ്കിൽ വുഡൻ സ്റ്റിക്ക് എനിക്ക് വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ടല്ലേ? ആരായിരുന്നു ഇന്നലെ വാങ്ങിച്ചിട്ടത്? എന്തോ ജനലിന്റെ മെറ്റീരിയൽ ആന്ന് പറഞ്ഞത്, അതാരായിരുന്നു? നല്ല സബിത. ഓക്കെ മോന്റെ അതൊന്ന് കാണിച്ചു കൊടുത്തേടാ. ഓക്കേടാ, അതെനിക്ക് നല്ല രീതിയിൽ തോന്നി. ഫ്രെയിം നമ്മളിപ്പോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒരുപാട് പൈസയായോ ഇതിന്? ഇല്ല, അത് ഒരു പീസ് 30 രൂപ. ആണോ? അത്രേ ഉള്ളൂ? അപ്പൊ നമ്മളിങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ഐറ്റംസ് വാങ്ങൂലേ, അങ്ങനത്തെ ഷോപ്പിൽ നിന്ന് കിട്ടുമോ ഇത്?
ക്രാഫ്റ്റ് വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കിട്ടൂല? ടീച്ചർ ക്രാഫ്റ്റ് മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് ഇത് കിട്ടത്തില്ല. ഞാൻ ഫസ്റ്റ് അവിടെയാണ് പോയി ചോദിച്ചത്. ഇത് കറക്റ്റ് ചെയ്യുന്ന ഈ ആശാരിമാരാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ ഇത് വേറെ ആരും ഇത് ഈ ഒരു മെറ്റീരിയൽ ചെയ്യാറില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആണ് ഞാൻ ഇവിടെ ഒരു ആളെ പരിചയപ്പെട്ട ആശാരി ചെയ്ത് തന്നെ. ഇത് ഞാൻ 5 എണ്ണം ചെയ്തതിന് 200 രൂപയായി. പക്ഷെ ഇപ്പൊ സബിത പറഞ്ഞതാണെങ്കിൽ അത്രയും റേറ്റ് ഒന്നും ആയില്ലല്ലോ അല്ലെ? സബിത ഒന്ന് കുറച്ചും കൂടെ സൂം ചെയ്ത് ഇത് ചെയ്യാം, എന്താ പറയാ, പിൻ ചെയ്തിട്ട് വന്നിട്ട് എന്നാണ് പിൻ ചെയ്ത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് എന്ത് മെറ്റീരിയലാണ് നമ്മൾ പറഞ്ഞത്? സബിത മ്യൂട്ട് ഓൺ ആക്കിയിട്ട് പറയോടോ, ഒന്ന് കേട്ടോടാ കേട്ടാ. ജനലിന്റെ ഗ്ലാസ് ഫ്രെയിമിൽ വെക്കില്ലേ, ഈ ജനലിന്റെ ഗ്ലാസ് വെക്കില്ലേ, അതില് ഗ്ലാസ് വെച്ചിട്ട് ചുറ്റിനും ഈ ഒരു പീസ് കട്ട് ചെയ്താണ് മുള്ളാണി വെച്ച് അടിക്കുന്നത്. ഗ്ലാസ് മനസ്സിലായി. ക്രീപ്പറിനാന്ന് തോന്നുന്നു അതിന് പറയുന്നത്. എന്താണ് എന്താ പറയുന്നത്? ക്രീപ്പറിനോ മറ്റോ ആണ് പറയുന്നത്. ചില ഹാർഡ്വെയർ കടയിലോ ചില ഈ മമ്മട്ടിയുടെ ഈ പിടിയൊക്കെ വിൽക്കുന്ന ചില കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. തടിയുടെ ഒക്കെ ചെറിയ. ഞാന് പൂക്കാട്ടുപടി. അല്ല, ഏത് കടയിൽ നിന്ന് വാങ്ങിച്ച? ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണോ? അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉള്ള ഒരു കടയാണ്. ഹസ്ബൻഡ് മേടിച്ചത്. അത് എല്ലായിടത്തും ഒന്നും കിട്ടൂല. അത് നോക്കി നമ്മള് അങ്ങനെ തടി ഇതിന്റെ രണ്ട് സൈഡിലും ഇതിന്റെ രണ്ടിന്റെയും നടുവിലാണ് ഈ തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾ ആണി അടിക്കോ? അങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്ത് വെക്കണേ? നീളവും വീതിയും കറക്റ്റ് വെട്ടിയെടുത്തിട്ട് 4 സൈഡും ചെറിയ മുള്ളാണി വെച്ച് നല്ലപോലെ ഉള്ളിലോട്ട് പിൻ ചെയ്തു. എന്നിട്ട് തുണി ഫ്രെയിം അതിന്റെ മുകളിൽ വെച്ചിട്ട് തുണി തിരിച്ചിടുമല്ലോ, നമുക്ക് കാണ്ട ഭാഗം അടിയിലാക്കിയിട്ട് അകഭാഗം ഹോൾഡ് ചെയ്ത് മുള്ളാണി വെച്ച്, അത് 2 പേര് പിടിക്കണം, ഒരാൾക്കായിട്ട് പറ്റില്ല. നല്ലതായിട്ട് അത് പിടിച്ച് വൃത്തിയാക്കി അത് പിൻ ചെയ്തിട്ട് വീണ്ടും ഒരു ഫ്രെയിം മുകളിൽ കൊടുത്തു കവർ ചെയ്ത്. അത് ഞാൻ ബാക്ക് ഫുള്ള് ഷീറ്റ് കവർ ചെയ്തതുകൊണ്ട് അത് കാണിച്ചു തരാനും പറ്റൂല. ഞാൻ ഒരു പ്രാവശ്യം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ. ബാക്ക് സൈഡ് ഒക്കെ ഞാൻ ഇട്ടായിരുന്നു, അത് ശ്രദ്ധിച്ചാ അറിയായിരിക്കും. അതേപോലെ ഇപ്പൊ സാൻഡ് പേപ്പർ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ സാൻഡ് പേപ്പർ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടോ സാൻഡ് പേപ്പർ? ഇല്ലടാ, ഈ ഹാർഡ്വെയർ ഷോപ്പ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പെയിന്റ് ഒക്കെ അങ്ങനെയുള്ള കടകളില്ലേ, അവിടെ കിട്ടും. പിന്നെ സാൻഡ് പേപ്പർ ഡിഫറൻസ് ചെയ്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അധികം റേറ്റ് ആവുന്നില്ല കേട്ടോ. ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ കുട്ടികൾ ഈ ടച്ച് ടാബ്ലറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യും. നമ്മുടെ മോണ്ടിസോറിൽ വരുന്നൊരു മെറ്റീരിയലാണ് ടച്ച് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ അതും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ടച്ച് ടാബ്ലറ്റ്സ് എന്ന് വെച്ചാല് നമുക്ക് ടച്ച് ചെയ്തിട്ട് അത് പെയർ ചെയ്യിക്കുന്ന ടൈപ്പ് ഓഫ് ടാബ്ലറ്റ്സ് ആണ്. അത് ഈ ഡിഫറൻസ് ആ ഒരു ഹാർഡ്നെസ് മനസ്സിലാക്കിയിട്ട് അത് എന്ത് ചെയ്യുന്നു, നമ്മള് പെയർ ചെയ്യുന്നു. ഇത് ടച്ച് ടാബ്ലറ്റ്സ് ആണ്. അപ്പൊ ഇതെല്ലാം സാൻഡ് പേപ്പർ തന്നെയാണ്, ചുറ്റും ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ ചാർട്ട് പേപ്പറിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ വെറുതെ നമ്പേഴ്സ് കയ്യിൽ വെക്കൂ? അത് ഒരു ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ആയിട്ട് തന്നെ ചെയ്യാനെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ചിലവര് സാൻഡ് വെച്ച് ചെയ്യും, ചില കുട്ടികൾ. അതിന് പിന്നെ വരുന്നുള്ളൂ നിങ്ങൾക്ക് ആ ഒരു ആക്ടിവിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ളത്. അപ്പൊ സാൻഡ് പേപ്പർ വാങ്ങിക്കുകയാണെങ്കിൽ, ഓൺലൈനായിട്ട് തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ, ഡിഫറെന്റ് ഷെയ്ഡിൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത്, അല്ലെങ്കിൽ സാൻഡ് പേപ്പർ നോക്കും നിങ്ങൾ, അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നോക്കി സാൻഡ് പേപ്പർ നോക്കിയിട്ട് വാങ്ങിക്കാം. എന്നിട്ട് ആൽഫബറ്റ്സ് കട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സാൻഡ് പേപ്പർ ടച്ച് ടാബ്ലറ്റ്സ് ആണ്. അപ്പൊ അതിന് ബോർഡർ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഉള്ളിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് കുട്ടികള് ബ്ലൈൻഡ് ഫോൾഡിങ് ചെയ്യാറ്. കണ്ണടച്ചിട്ട് സാൻഡ് പേപ്പർ ടച്ച് ചെയ്തിട്ട് പെയർ ചെയ്യിക്കും. അപ്പൊ സെൻസ് ചെയ്യാണ് അവര്. ആ ഒരു സെൻസ് ചെയ്യുന്ന ടച്ച് എന്ന് പറയുന്ന ആ ഒരു കാര്യം അവര് സെൻസ് ചെയ്ത് മനസ്സിലാക്കി അവര് പെയർ ചെയ്യുന്നു. ഇപ്പൊ ചിലപ്പോ നമുക്ക് ഇതിലൊരെണ്ണം കണ്ടാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ?
ഏറ്റവും ആദ്യത്തത് നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയൊന്നും നമുക്ക് അങ്ങനെ പറ്റണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ടച്ച് ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചിലത് അങ്ങനെയാണ്. നമുക്കത് കണ്ടോ, ഈ ഒരു സെറ്റില് ഇത് നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാല് പെയർ ചെയ്യാൻ പറ്റും. ആദ്യം കാണിച്ചിരിക്കുന്ന ഗോൾഡൻ പോലത്തെ ഈ ക്രീം കളറിൽ കാണുന്ന വൈറ്റ് ചോക്ലേറ്റിന്റെ ഒക്കെ കളറിലുള്ളത് എല്ലാം കാണാൻ സെയിം കളറാണ്. പക്ഷെ നമുക്ക് അത് എന്ത് ചെയ്യണം, കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടച്ച് ടാബ്ലറ്റ്സ് ആണ് ആ ഒരു മെറ്റീരിയൽ. നമുക്ക് വരും കിട്ടുന്നത് പറയാതെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഒരു ഐഡിയ കിട്ടിയോ എങ്ങനെയാണ് സാൻഡ് പേപ്പർ ടച്ച് ടാബ്ലറ്റ്സ് എന്നുള്ളത്? മനസ്സിലായില്ലേ? ഐഡിയ ഒന്നും കിട്ടിയില്ല, കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലല്ല, നമ്മുടെ ആക്ടിവിറ്റീസ് ആ ഒരു ഇങ്ങനെയുണ്ട്, ഓരോന്ന് ചെയ്ത് വരുമ്പോൾ ടച്ച് ടാബ്ലറ്റ് ആവുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ടീച്ചർ ഞാനാണ്. പറഞ്ഞോടാ. Good morning, teacher, and good morning, my dear students. Today's section was really informative and easy to understand. I sincerely thank our teacher for explaining everything clearly. Thank you sir, to all my classmates for participating so actively. I appreciate everyone for making today's class meaningful. Thank you, teacher, and thank you all. Thank you. Thank you, ma'am.